തളിപ്പറമ്പ് ബ്ലോക്ക് കേരളത്തിലെ പ്രധാന വികസന ബ്ലോക്കുകളിലൊന്നാണ് തളിപ്പറമ്പ് ബ്ലോക്ക്. 530.95 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. 11 കൃഷിഭവനുകളാണ് തളിപ്പറമ്പ് ബ്ലോക്കിൽ. ബ്ലോക്കിന്റെ മുഖ്യ സാമ്പത്തിക മേഖല കൃഷിയാണ്. കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമഘട്ട മലനിരകൾ മുതൽ കുപ്പം വളവട്ടണം പുഴയോരം വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഭൂപ്രദേശം. പ്രകൃതിയോട് മല്ലിട്ട് മണ്ണിൽ പൊന്നു വിളയിച്ച കുടിയേറ്റ കർഷകരും കൈപ്പാട് ചേറിനകത്ത് നെല്ല് വിരിയിച്ച പരമ്പരാഗത കർഷകരും അടങ്ങുന്ന പ്രദേശം. PRS, KVK, RATTC, ETC, ITK തുടങ്ങിയ കാർഷിക പരിശീലന കേന്ദ്രങ്ങൾ, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, 100 വർഷം മുന്നേ സ്ഥാപിച്ച കരിമ്പം ജില്ലാ കൃഷിത്തോട്ടം എന്നിവ നമ്മുടെ ബ്ലോക്കിന്റെ സ്വകാര്യ അഹങ്കാരമാണ്. കാർഷിക കൂട്ടായ്മകളും കാർഷിക ഉൽപാദന സംഘങ്ങളും ഏറെ സജീവമാണ് തളിപ്പറമ്പ് ബ്ലോക്കിൽ. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ ഏത് അവാർഡ് പ്രഖ്യാപിച്ചാലും തളിപ്പറമ്പ് ബ്ലോക്കിൽ ഒരു അവാർഡ് സുനിശ്ചിതം. ഫാം പ്ലാൻ പദ്ധതിയുടെ നടത്തിപ്പിനായി വളരെ സജീവമായ DPR ക്ലിനിക്, വർക്ക്ഷോപ്പ് എന്നിവ തളിപ്പറമ്പ് ബ്ലോക്കിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. 40 വർഷക്കാലമായി കാർഷിക മേഖലയിൽ സജീവമാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പറവൂർ LP സ്കൂളിന് സമീപം താമസിക്കുന്ന ശ്രീ വത്സൻ കെ. അടുത്ത കാലത്തായി TTC കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഇളയ മകളും കാർഷിക മേഖലയിൽ അദ്ദേഹത്തിനോടൊപ്പം സജീവമായുണ്ട്. മകളുടെ വാക്കുകളിലേക്ക്. നിങ്ങളിപ്പോൾ TTC ഒക്കെ കഴിഞ്ഞ ഒരാളാണ്. ഞാൻ അടുത്ത എൻ്റെ ചോദ്യം നിങ്ങൾ ഒരു പ്രൊഫഷനായിട്ട് അഗ്രീനെ തിരഞ്ഞെടുക്കാൻ, കൃഷിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നതാണ് നമുക്കറിയാം. താല്പര്യമുണ്ട്. കാരണം അതിൽ നിന്ന് നമുക്ക് ഒരു കൃഷി മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൂടുതൽ ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സ്വന്തവും പാട്ടത്തിനെടുത്തതുമായി 6 ഏക്കർ കൃഷിയിടത്ത് മഞ്ചേരി കുള്ളൻ വാഴ, കപ്പ, പശു വളർത്തൽ, കോഴി വളർത്തൽ, പച്ചക്കറികൾ എന്നിവയുമുണ്ട്. 7 ലക്ഷം രൂപ വർഷത്തിൽ വരുമാനമായി ഇദ്ദേഹത്തിന് കാർഷിക മേഖലയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. കൃഷിയിടത്തിലേക്ക് ആവശ്യമായ ഹോസ് പൈപ്പ്, കാർഷിക വിളകൾക്കാവശ്യമായ കുമ്മായം, കുരുമുളക് വള്ളിത്തലകൾ എന്നിവ ക്രിറ്റിക്കൽ കോമ്പോണന്റായി ഫാം പ്ലാൻ പദ്ധതിയിൽ ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഉദയഗിരി കൃഷിഭവന്റെ കീഴിലുള്ള ഫാം പ്ലാൻ കർഷകരിൽ IFS കർഷകനാണ് ജോർജ് കാക്കുതുരുത്തിൽ. മലയോരത്തെ പരമ്പരാഗത കർഷക കുടുംബത്തിലെ കണ്ണിയായ ഇദ്ദേഹത്തിന് ബയോഗ്യാസ് പ്ലാന്റ്, ആട്, തേനീച്ച എന്നിവയെല്ലാം സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രവാസ ലോകത്ത് പച്ചക്കറി കൃഷിയിൽ വെന്നിക്കൊടി പാറിച്ച ശ്രീ മമ്മി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ആന്തൂർ നഗരസഭയിലെ വിസ്മയ പാർക്കിന് സമീപത്തുള്ള തൻ്റെ ചെങ്കൽപ്പാറ നിറഞ്ഞ ഭൂമിയിൽ പൊന്നു വിളയിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മികച്ച ഫാം പ്ലാൻ കർഷകനും കൂടിയാണ് ഇദ്ദേഹം. എന്നും പുതുമ നിറഞ്ഞ കൃഷിയിലൂടെ കാർഷിക മേഖലയിൽ മുന്നോട്ടു പോകുന്ന കർഷകനാണ് കുറുമാത്തൂർ കൃഷിഭവൻ പരിധിയിലെ തോമസ് PJ. മുട്ടക്കോഴി കൃഷിയിൽ പുതിയ രീതിയിൽ കൂടൊരുക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. വളർത്തുമൃഗങ്ങളോട് സ്വന്തം മക്കളോടെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ. IFS കർഷകനായ ഇദ്ദേഹത്തിന് കോഴി, ആട് എന്നീ ഘടകങ്ങൾ വാങ്ങുന്നതിനാണ് സബ്സിഡി നൽകിയത്. നല്ലൊരു പച്ചക്കറി കർഷകൻ കൂടിയായ ഇദ്ദേഹം പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് റെഡ് ലേഡി പപ്പായ കൃഷി ചെയ്യുന്നത്. നടുവിൽ കൃഷിഭവനിലെ ഒരു ഫാം പ്ലാൻ non-IFS കർഷകനാണ് ശ്രീ മനോജ് ജോസഫ്.
6 ഏക്കർ വരുന്ന അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ വൈവിധ്യങ്ങളായ വാണിജ്യവിളകളും സുഗന്ധവിളകളും കിഴങ്ങുവർഗ്ഗങ്ങളും വാഴ, തീറ്റപ്പുല്ല്, മത്സ്യകൃഷി എന്നീ കാർഷിക വിളകളും പരിപാലിച്ചു വരുന്നു. നൂതന കൃഷിരീതികളുമായി കാർഷിക രംഗത്ത് സജീവമാണ് ചെങ്ങളായിലെ ശ്രീ ആൻഡോ. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ചെമ്പൻചെല്ലിക്കെതിരെയുള്ള ഫെറമോൺ ട്രാപ്പ്, തുള്ളിനന രീതിയിലെ ഏറ്റവും നൂതനമായ ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം അടങ്ങിയ പൈപ്പ് ലൈൻ എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. IFS കർഷകനായ ഇദ്ദേഹത്തിന് ഏകദേശം 4500 വാഴകളും ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്ത കവുങ്ങിൻ തോട്ടവുമുണ്ട്. പശുവിനെ വാങ്ങിയതിന് ഇദ്ദേഹത്തിന് ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യം ലഭ്യമാക്കിയിട്ടുണ്ട്. കടന്നപ്പള്ളി പാണപ്പുഴ കൃഷിഭവന്റെ കീഴിലുള്ള മറ്റൊരു പ്രധാന കർഷകനാണ് ശ്രീ രാമകൃഷ്ണൻ പി. അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ കൗതുകകരമായ കാഴ്ചയാണ് കൊച്ചുമകൻ കണ്ണനും പശുക്കിടാവും തമ്മിലുള്ള ബന്ധം. ഈ കൊച്ചുമിടുക്കൻ പശു വളർത്തലിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതിനോടൊപ്പം പശുവിനെ കറക്കാനും തയ്യാറാണ്. ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇദ്ദേഹത്തിന് 25,000 രൂപയാണ് പശുവിനെ വാങ്ങിക്കുന്നതിനുള്ള സബ്സിഡി കൊടുത്തിട്ടുള്ളത്. ആറ് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഉൾപ്പെടുന്ന ശേഖരവുമായി ചപ്പാരപ്പട പഞ്ചായത്തിലെ രാജേട്ടൻ. കൺസ്ട്രക്ഷൻ മേഖലയിലെ കോൺട്രാക്ടറായ ഇദ്ദേഹം യാദൃശികമായാണ് കാർഷിക മേഖലയിലേക്ക് എത്തിയത്. SHM പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് ആനുകൂല്യം ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ കാപ്പിമലയിൽ ചെങ്കുത്തായ പ്രദേശത്താണ് ജോസ് വിറകോടിയൻ എന്ന കർഷകന്റെ കൃഷിയിടം. പ്രതികൂലമായ കാലാവസ്ഥയോടും ഭൂപ്രദേശത്തോടും വർഷങ്ങളായി പടവരുതി മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് ഇദ്ദേഹം. സ്വന്തവും പാട്ടത്തിനടുത്തവുമായ സ്ഥലത്ത് ഏകദേശം 7000-ഓളം വാഴ ചെങ്കുത്തായ ഭൂപ്രദേശത്ത് കൃഷി ചെയ്തു വരുന്നു. പച്ചക്കറി കൃഷി, പശു വളർത്തൽ എന്നിവയിലും സജീവമാണ് ഇദ്ദേഹം. IFS കർഷകൻ എന്ന നിലയിൽ പശുവിനെ വാങ്ങിയതിനാണ് സബ്സിഡി നൽകിയത്. ഇദ്ദേഹത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ജയ് കിസാൻ എന്ന മുദ്രാവാക്യം തന്നെ ഉണ്ടായത്. കൊടുക്കാം നമുക്ക് ഇദ്ദേഹത്തിനൊരു സല്യൂട്ട്. തളിപ്പറമ്പ് ബ്ലോക്കിനുള്ളിലെ കാർഷിക മേഖലയിലെ സംരംഭങ്ങളിൽ ചിലതിലേക്ക്. അന്യം നിന്നു പോകുന്ന കരിമ്പ് കൃഷിയെ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കരിമ്പിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പട്ടോം കൃഷിഭവന് കീഴിലെ പൂമ്പാറ്റ സ്വയം സഹായ സംഘം തയ്യാറായത്. ഇന്നിപ്പോൾ SFACയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി നിർമ്മിച്ച ഫാക്ടറിയിൽ നിന്ന് പപ്പ്-1 ബ്രാൻഡ് നെയിമിൽ കരിമ്പിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ സിറപ്പും ജാഗറി പൗഡറും ലോകം കീഴടക്കുന്നു. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട 8 വനിതകൾ അടങ്ങിയ കൃഷിക്കൂട്ടമാണ് തളിപ്പറമ്പ് കൃഷിഭവന് കീഴിലെ അമ്പാടി കൃഷിക്കൂട്ടം. വിവിധതരം അച്ചാറുകൾ നിർമ്മിച്ചായിരുന്നു ഇവരുടെ തുടക്കം. ഇന്നിപ്പോൾ കാർഷിക മേഖലയിലെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായി പരിശീലനം നേടിയ ഈ കൃഷിക്കൂട്ടം ഡീഹൈഡ്രേറ്റഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇലക്ട്രിക് ഡ്രയർ ഇവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റൊരു വനിതാ കൃഷിക്കൂട്ടമാണ് കുറുമാത്തൂർ ചിപ്സ്. ആധുനിക ഉപകരണങ്ങളോടുകൂടി ചിപ്സ് നിർമ്മിക്കുന്ന ഇവരുടെ ഉൽപ്പന്നങ്ങൾ ജില്ലയിൽ മികച്ച ഒന്നാണ്.
അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന പ്രവാസികൾ രുചിയൂർന്ന കുറുമാത്തൂർ ചിപ്സ് പ്രത്യേകമായി ഓർഡർ ചെയ്ത് വാങ്ങുകയും കൊണ്ടുപോകുന്നതും പതിവ് കാഴ്ചയാണ്. കൊറോണ മഹാമാരിക്കാലത്ത് മുത്തശ്ശി നൽകിയ മൂലധനവുമായി ഇറങ്ങുമ്പോൾ രാഹുലും ഷിഖിലും അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ ഉൽപ്പന്നം കീഴാറ്റൂരെന്ന തങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൻ്റെ പേരിൽ വിപണി കീഴടക്കുമെന്ന്. അതെ, കീഴാറ്റൂർ മഷ്റൂം ഹൈടെക് ഫാം. അവരുടെ വാക്കുകളിലേക്ക്. കൃഷിയിലേക്ക് മഷ്റൂം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം മഷ്റൂം ആയാലും എന്തായാലും ഇപ്പം പശുവിനെ വളർത്തൽ വരെ കൃഷിയാണ്. അത് നമ്മൾ പിന്നീട് അറിഞ്ഞത്. എങ്കിൽ കൂടി കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് പൂർണ്ണമായും കൃഷി എന്ന രീതിയിൽ തന്നെ വരണം. അതായത് കൃഷി എന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു പ്രശസ്തി അർഹിക്കുന്നുണ്ട്, പക്ഷേ അത് കിട്ടുന്നില്ല. കൃഷിയാകുമ്പം പാടത്ത് പണിയെടുക്കുക ആ രീതിയിലാണ്. പക്ഷേ അവരൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ തലമുറ തന്നെ ഇല്ല എന്നുള്ള ഒരു സത്യം ആരും മനസ്സിലാക്കുന്നില്ല. മഷ്റൂം ഉൽപാദനം വിപുലമായപ്പോൾ അമ്മയും കൂട്ടുകാരികളും അടങ്ങിയ കൃഷിക്കൂട്ടം മഷ്റൂമിൻ്റെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഈ വനിതാ കൂട്ടായ്മയ്ക്ക് ആത്മയുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പെണ്ണിനെന്താ കുഴപ്പം? പെണ്ണൊരുമിച്ചാൽ എന്തും നേടും. ഉദാഹരണം, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുയ്യം ഇരട്ട തൃക്കോവിൽ ക്ഷേത്രത്തിന് സമീപമുള്ള അന്നപൂർണ വനിതാ സംരംഭക ഗ്രൂപ്പ്. സമീപ പ്രദേശങ്ങളിലെ 5 വനിതകൾ ഒത്തുചേർന്ന് ഗ്രൂപ്പ് രൂപീകരിക്കുകയും കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ തൊഴിൽശാല പടുത്തുയർത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലയിലെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് മുൻനിരയിൽ എത്തിയിരിക്കുന്നു ഈ വനിതകളുടെ വിജയഗാഥ. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിൽ ഉൾപ്പെടുത്തി മിനി റൈസ് മില്ലും ബോയിലറും നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2 വർഷത്തിലധികമായി പട്ടികജാതി മേഖലയിലെ കാർഷിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാർഷിക മേഖലയിലെ സ്വാശ്രയ സംഘമാണ് ഉദയം കൃഷിക്കൂട്ടം. കണ്ണൂരിൻ്റെ നെല്ലറയായ പട്ടുവത്ത് കൊയ്ത്തിന് ശേഷം വ്യാപകമായി കൃഷി ചെയ്യുന്ന ഉഴുന്നിൻ്റെ വിലക്കുറവാണ് കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന ചിന്തയിലേക്ക് സ്വാശ്രയ സംഘത്തെ എത്തിച്ചത്. തുടർന്ന് DPR തയ്യാറാക്കി KVK മുഖാന്തരം സമർപ്പിച്ചതിൻ്റെ ഭാഗമായി കാർഷിക ഉപകരണങ്ങൾ കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ലഭ്യമായി. പട്ടുവം ഉഴുന്ന് എന്ന നാമത്തിൽ ഉഴുന്നുപരിപ്പ് വിപണിയിലേക്ക്. തങ്ങളുടെ പ്രദേശത്ത് വ്യാപകമായി കൃഷി ചെയ്യുന്ന കാപ്പിക്കുരുവിനെ എളുപ്പത്തിൽ സംസ്കരിക്കുന്നതിനുള്ള ആവശ്യം എന്ന നിലയിൽ കോഫി പീലർ എന്ന ആശയത്തിലേക്കാണ് മലയോര മേഖലയിൽ ഉദയഗിരി ഗ്രാമപഞ്ചായത്തിലെ ശ്രീപുരം കൃഷിക്കൂട്ടത്തെ എത്തിച്ചത്. ഇതിന് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിൽ ഉൾപ്പെടുത്തി ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കുന്നതിന് ആധുനിക രീതിയിലുള്ള ഉൽപാദന വിതരണ ശൃംഖലയും സംഘത്തിന് സ്വന്തമായുണ്ട്. നടുവിൽ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന മൂല്യവർദ്ധിത കൃഷിക്കൂട്ടമാണ് ജീവന. 3 വർഷത്തോളമായി വെളിച്ചെണ്ണ, വിവിധ ഇനം മസാലപ്പൊടികൾ എന്നിവ നിർമ്മിച്ച് വിപണനം നടത്തി വരുന്നു. ഈ വർഷത്തെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് മുഖേന ഈ സംരംഭത്തിന് കൊപ്ര ഡ്രയർ നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. മലയോര കർഷകരുടെ കാർഷിക പാരമ്പര്യം പിന്തുടരുന്ന മാതൃകാ കർഷകനാണ് വായാട്ടുപറമ്പിലെ ശ്രീ
ജോസ്റ്റിൻ കെ അഗസ്റ്റിൻ. തൻ്റെ കൃഷിയിടത്തിലെ പ്ലാവിൽ നിന്നും പാഴായി പോകുന്ന ചക്കയിൽ നിന്നും എങ്ങനെ വരുമാനമുണ്ടാക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ഈ ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. ഇത് ഈ കൊല്ലം ചക്കയായിട്ട് അല്ലെങ്കിൽ ചുളയായിട്ട് 10,000-ലധികം വരുമാനം കിട്ടി എനിക്ക് തരുന്ന ഒരു പ്ലാവാണ്. ഇതിൽ 50-60 ചക്കയുണ്ട്. ഉറപ്പായിട്ട് എനിക്ക് ഈ കൊല്ലം 10,000 രൂപ പ്രൊഡക്റ്റ് ഉണ്ടാക്കാതെ ചുളയായിട്ട് തന്നെ കിട്ടുന്ന ഒരു പ്ലാവാണ്, നാടൻ പ്ലാവാണ്. ഇന്നിപ്പോൾ ചക്കയിൽ നിന്നും സ്ക്വാഷ് ഉൾപ്പെടെ 16 തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും പ്രദേശവാസികൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് ബ്ലോക്കിനകത്ത് 4 ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഫാം പ്ലാൻ കർഷകരെയും കൃഷിക്കൂട്ടങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് തലത്തിൽ പുതുതായി രൂപീകരിച്ച ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ ഭാരവാഹി ശ്രീ മുത്തുകൃഷ്ണന്റെ വാക്കുകളിലേക്ക്. തളിപ്പറമ്പ് ബ്ലോക്കിനകത്തുള്ള കീഴിലുള്ള 2 മുനിസിപ്പാലിറ്റിയും തളിപ്പറമ്പ് ആന്തൂര് 9 പഞ്ചായത്തുകളും ചേർന്ന് 11 കൃഷിഭവനുകളെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ഡിസംബറിലാണ് തളിപ്പറമ്പ കർഷക ഉൽപാദക സംഘം ടാപ്സ് എന്ന പേരിൽ FPO രൂപീകരിച്ചിട്ടുള്ളത്. തളിപ്പറമ്പ് ബ്ലോക്കിനകത്തുള്ള ഈ ഫാം പ്ലാൻ കൃഷിക്കാരെയും അതോടൊപ്പം തന്നെ കർഷക കൂട്ടായ്മയിൽ പെട്ടിട്ടുള്ള എല്ലാ കൃഷിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ കാർഷിക രംഗത്തുള്ള ഒട്ടനവധി രംഗങ്ങൾ ഇടപെടുമെന്നതിനാണ്. പ്രത്യേകിച്ച് ഉൽപ്പാദന രംഗത്ത് നമുക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ വേണ്ടി കഴിയുമെന്നുള്ള പരിശ്രമം നടത്തണം. കൂടാതെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ സംഭരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിപണനത്തെ നമുക്ക് പ്രാദേശികമായും അല്ലാതെയും പ്രത്യേകിച്ച് നമുക്ക് പുറത്തടക്കം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ള സാധ്യതകൾ നമുക്ക് ആരായാൻ വേണ്ടി കഴിയുന്ന സാധ്യതകളുണ്ട്. കാർഷിക രംഗത്ത് നടീൽ വസ്തുക്കളുടെ നഴ്സറി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച മാതൃകയാണ് ശ്രീ ജോബി ഈപ്പന്റെ പരിയാരം കൃഷിഭവന്റെ കീഴിലുള്ള ഈ നഴ്സറി. ഈ നഴ്സറിക്ക് SHM പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2014 പരിയാരം കാർഷിക കർമ്മസേന രൂപീകരിക്കുമ്പോൾ തൊഴിലാളികളുടെ ഐക്യം മാത്രമാണ് കൈമുതലായിട്ടുണ്ടായത്. തുടർന്ന് നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഭാഗമായി 20 ലക്ഷത്തിലധികം ടേൺ ഓവറുള്ള പ്രസ്ഥാനമായി വളർന്നു. ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലയിലെ വിവിധ കൃഷിഭവനുകളിലേക്ക് നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം സ്വന്തം പഞ്ചായത്തിലും മറ്റു പഞ്ചായത്തിലും കാർഷിക മേഖലയിലെ സർവീസ് പ്രൊവൈഡർമാരായി പ്രവർത്തിക്കുന്നു. പരിയാരം, കുറുമാത്തൂർ, ചെങ്ങളായി, പട്ടുവം, കടന്നപ്പള്ളി പാണപ്പുഴ, നടുവിൽ, ആലക്കോട് എന്നീ കൃഷിഭവന്റെ കീഴിലും വിജയകരമായി പ്രവർത്തിക്കുന്ന കാർഷിക കർമ്മസേനകൾ വേറെയുമുണ്ട്. സർവീസ് പ്രൊവൈഡർ മേഖലയിലെ സേവനദാതാക്കളാണ് ചെങ്ങളായിലെയും കുറുമാത്തൂരിലെയും കാർഷിക കർമ്മസേനകൾ. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഈ 2 സർവീസ് പ്രൊവൈഡർമാർക്കും നെൽകൃഷിക്കുള്ള ട്രേ ലഭ്യമാക്കിയിട്ടുണ്ട്. നെൽകൃഷിയിൽ മാത്രമല്ല മറ്റ് കാർഷിക മേഖലയിലേക്കും സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ നമുക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു കർഷകന്റെ പ്രതീക്ഷയാണ് മാർക്കറ്റ്. കർഷകന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനുള്ള വഴിയാണ് മാർക്കറ്റ്. നല്ല പച്ചക്കറി അതല്ലേ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി
തളിപ്പറമ്പ് ബ്ലോക്കിനകത്ത് കൃഷിവകുപ്പ് വളരെ വിപുലമായ ശൃംഖല ഒരുക്കിയിട്ടുണ്ട്. നല്ല സാധനമായതുകൊണ്ടല്ലേ ഞാൻ ധർമ്മസ്ഥലത്തിൽ ഓട്ടോയിൽ പോകുമ്പോഴേ ഇറങ്ങി വാങ്ങാൻ. തളിപ്പറമ്പ് ബ്ലോക്ക് ലെവൽ ഫെഡറേറ്റർ മാർക്കറ്റ് കൃഷിഭവനുകളുടെ കീഴിൽ വിവിധങ്ങളായ ആഴ്ച ചന്തകൾ, ദിവസം 5000-ത്തിനടുക്ക കച്ചവടം നമുക്ക് കിട്ടുന്നുണ്ട്. ഇക്കോ ഷോപ്പുകൾ, അഗ്രിഗേഷൻ സെന്ററുകൾ എന്നിവയെല്ലാം തളിപ്പറമ്പ് ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു.